ഉമ്മ ആർക്കാ വോട്ട് ചെയ്യാൻ പോകുന്നത്? വോട്ട് ആർക്കാ ചെയ്യുന്നതെന്ന് പറയാൻ പാടില്ല. നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ് വോട്ടെന്ന് പറയുന്നത്. അത് ശരിയാ, പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അത് നമുക്ക് പരിഗണിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തില് ഒരാളുടെ ഏറ്റവും വലിയ മെയിൻ റൈറ്റ് ആണ് വോട്ടവകാശം എന്ന് പറയുന്നത്. എല്ലാവരും വോട്ട് ചെയ്യണം. പലർക്കും മടി പിടിച്ച് വോട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ അത് ശരിയല്ല. കാരണം എന്താണെന്നറിയാമോ, നമ്മളെ എങ്ങനെ റൂൾ ചെയ്യണം, ആര് റൂൾ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതാണല്ലോ ജനാധിപത്യത്തിന്റെ സ്പെഷ്യാലിറ്റി. നിങ്ങൾ പഠിച്ചിട്ടില്ലേ പണ്ട് ഫ്രഞ്ച് റവല്യൂഷനും അതുപോലെ വലിയ വലിയ റവല്യൂഷൻസിലൊക്കെ പലർക്കും വോട്ടില്ലായിരുന്നു, വോട്ടിങ്ങേ ഇല്ലായിരുന്നു. അതിനുശേഷം ഡെമോക്രസി ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴും ആദ്യം സ്ത്രീകൾക്ക് വോട്ടില്ലായിരുന്നു, താഴ്ന്ന ജാതിക്കാർക്ക്, ചില ജോലി ചെയ്യുന്നവർക്കൊന്നും വോട്ടില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പറയുന്നത് എന്താ, യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ്. യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് എല്ലാ അഡൾട്ട്സിനും 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വോട്ടുണ്ട്. അത് നമ്മുടെ അവകാശമാണ്. അവകാശം മാത്രമല്ല, അധികാരം കൂടെ. യെസ്, അധികാരം കൂടെയാണ്. ശരി. പിന്നെ എനിക്കൊരു സംശയം. ഇപ്പൊ ഉള്ള ഗവൺമെന്റ്, അത് യൂണിയൻ ആയാലും സ്റ്റേറ്റിലായാലും കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെ പിന്നെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? മാറ്റേണ്ട ആവശ്യമുണ്ടോന്ന് വെച്ചാൽ, ഈ ഗവൺമെന്റിനെ നമ്മൾ എന്തിനാ സെലക്ട് ചെയ്യുന്നത്? നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ, ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ. അപ്പൊ നമ്മളൊരു ജോലിക്ക് പോയാൽ നമുക്കതിന് ശമ്പളം കിട്ടുന്ന പോലെ ഗവൺമെന്റ് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന മിനിസ്റ്റേഴ്സിനും അവരുടെ ഫുൾ ചെലവും നമ്മുടെ, അതായത് പൗരന്റെ ടാക്സ് വെച്ചാണ് ചെയ്യുന്നത് ആണല്ലോ. അതുപോലെ തന്നെയാണ് അവര് ചെയ്യുന്ന ഓരോ നല്ല കാര്യമായാലും അവര് കൊണ്ടുവരുന്ന ഓരോ പദ്ധതികൾക്കും നമ്മുടെ പണമാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്നും ആരുടെ സൗജന്യമല്ല. ആ കാര്യങ്ങൾ നന്നായി നടപ്പാക്കാനും അഴിമതിരഹിതമായി നടപ്പാക്കാനും വർഗീയത ഒഴിവാക്കാനും ഒക്കെ ഓരോ ഗവൺമെന്റുകളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ ഇപ്പൊ പലരും വലിയ കാര്യമായിട്ട് ഞാൻ കൊണ്ടുവന്നു, എന്റെ ഫണ്ടിൽ നിന്ന് എടുത്തു, ഞാൻ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്റെ പേരിൽ, അത് ഒരു കാര്യമില്ല. അതില് ശരിക്കും നമ്മുടെ പൈസയാണതല്ലേ. അവര് ജീവിക്കുന്ന അത്രയും കാലം ജീവിക്കുന്ന പോലെ നമ്മുടെ പൈസയിലാണ്, ജനത്തിന്റെ ടാക്സിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോ കുറെ നാള് ഒരേ ആൾക്കാർ ഇതെല്ലാം ചെയ്താലും, നല്ലത് ചെയ്താലും, മറ്റു ചിലർക്ക് മറ്റു ചില ഐഡിയാസ് ഉണ്ടാവും. 1992 വരെ ഇവിടെ പഞ്ചായത്ത് രാജ് ഇല്ലായിരുന്നു. അപ്പൊ അന്ന് വന്നൊരു ഗവൺമെന്റിന്റെ ഐഡിയ ആണത്. കമ്പ്യൂട്ടറൈസേഷൻ, ATMകൾ വന്ന്, ഇതൊക്കെ ഓരോ സമയത്ത് വന്ന ഓരോ ഗവൺമെന്റിന്റെ ഐഡിയ. അപ്പം ആശയങ്ങൾ മാറി മാറി വന്നാലല്ലേ പുതിയ പുതിയ നിർമ്മാണങ്ങളും പുതിയ പുതിയ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ച് ആരാണ് ഏറ്റവും സെൻസിബിൾ ആയിട്ടും നന്നായിട്ടും ചെയ്യാന്ന് കണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വോട്ട് ചെയ്യണം. അത് മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ടായിരിക്കണം, അല്ലേ? അതെ. ഓക്കെ.